അഹാന കൃഷ്ണ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മമ്മ കഥ എഗെയിൻ ആ ലൂപ്പിൽ തന്നെ പോയി അവിടെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് നോക്കാം. അശ്ലീലവും ലൈംഗികവുമായി അധിക്ഷേപിക്കുന്നതും ഒരു അമ്മൂമ്മയിൽ നിന്ന് കേൾക്കാൻ അസാധ്യവുമായ കാര്യങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലെറ്റ്സ് വാച്ച്. ആദ്യം നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കൂ സ്നേഹ. I know this is not a week when a family matter deserves anyone's attention, and I am aware of how small this is beside what the country is going through. I am posting it today for one reason only, so this chapter can hopefully be closed and never reopened. It has already taken more from my family than it deserved, and after today it will not take any more. Moving forward with the people who are truly worthy of being called family. The love and support we have received these past days has reminded us that so many of you already see the whole picture. Some of you may not yet, and I understand that half a story reached you before the whole one could. I am not carrying any anger about it. Truth is patient, and so am I. And also I have far more beautiful things to focus on. ആക്ച്വലി ഇതിപ്പോൾ റിക്വയർഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് അവർക്കൊരു എക്സ്പ്ലനേഷൻ ക്ലാരിറ്റി എന്നുള്ള രീതിക്ക് അവർ കൊടുത്തതായി ആയിരിക്കണം. പക്ഷെ കത്തിക്കഴിഞ്ഞ് പോയൊരു ചാരമായ സാധനമായിരുന്നു. വീണ്ടും പൊക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും വന്ന് അതിലൊരു ക്ലാരിറ്റി തരാനൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ അല്ലേ, അന്ന് തന്നെ അതിനൊരു ക്ലാരിറ്റി തരണം. ആ ഒരു 50 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ കുറെ കാര്യങ്ങൾ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സിന്ധു കൃഷ്ണനെ കുറെ പേർക്ക് ചാറ്റും CCTV ഫുട്ടേജ് ഒക്കെ അയച്ചു കൊടുത്ത സമയത്തൊക്കെ തന്നെ വരാമായിരുന്നു. ബട്ട് കണ്ടില്ല, ഇപ്പോഴാണ് വന്നത്. ഓക്കെ, അവരെ സമയം പോലെ അവർ വരട്ടെ, നമുക്കത് കണ്ടന്റാണ്, നമ്മളപ്പോൾ അതിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് പറയും. ഓക്കെ, അപ്പം അഹാന കൃഷ്ണ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുതിയിട്ടതൊക്കെ ഫുള്ള് 7 പേജുണ്ട്. അത് ഫുള്ള് ഇംഗ്ലീഷുമാണ്. ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അത് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഇരുന്നിട്ട് എന്താ ചെയ്യണ്ട, ഇരുന്ന് വായിച്ചതാക്കണ്ട. അതിലും നല്ലത് നൈസായിട്ട് ജെമിനി കൊണ്ടുപോയിട്ട് അത് മലയാളത്തിലാക്കിയിട്ട് അതങ്ങോട്ട് ഞാൻ വായിപ്പിച്ചു. അല്ലെങ്കിൽ ഇവളെ കൊണ്ട് വായിപ്പിക്കേണ്ട അവസ്ഥ. അത് സ്നേഹം ഉച്ചയ്ക്ക് അത് വായിക്കാൻ വയ്യ, സൗകര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പണി കാണിച്ചത്. അതിന് മുന്നേ അഹാനയുടെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അതിനകത്ത് വന്നതാ. ആ പോസ്റ്റിനടിയിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇത് Over the past few weeks, I have received perhaps thousands of messages, warm, sweet, understanding, thoughtful, and so kind. Long notes just to tell me that they know my truth without even me having to explain it. Social media also has so many good things about it. There is so many good people in this world, and I felt it more than ever the past few weeks. Amongst these countless beautiful messages, there were a few people who truly fascinated me, not because they chose to judge me, but because of how quick they were to change their judgment. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വന്ന കുറേ പേഴ്സണൽ മെസ്സേജുകൾ ഒക്കെ രണ്ടാമത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് 36 എന്ത് ചെയ്തു അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അഗെയിൻ എ സ്റ്റോറി. There were a handful of such messages, and I gave them a reply only because they were real people with a name and a face, people who had been following me and messaging me for years, so it just felt right to acknowledge their message. A little takeaway lesson: some people in the world will always be super quick to judge you. Take back the judgment, judge you again, and do it all over again. Try to stop seeking validation from external sources. Find your closest community who know your heart. May your validation come from them and of course from you. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നതെന്ന് എനിക്കറിയുന്നത്. അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് വാലിഡേഷൻ മതി നമ്മുടെ പ്രവർത്തികൾ എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് ശരിക്കും ഈ KK ഫാമിലിയുടെ ഏറ്റവും വലിയ വിഷയം എന്താ പറയുക, ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡും ആണ് ഈ സോഷ്യൽ മീഡിയയിൽ. ആ എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു തരം ഓവർ കോൺഫിഡൻസ് അവരെ എയറിൽ കയറ്റുന്നുണ്ട്. നാളെ വേറെ വീഡിയോ വരും ഓപ്പോസിറ്റ് തൻവി അങ്ങനെ കാരണം തൻവിക്ക് വേറെ കണ്ടന്റ് ഇല്ല. തൻവി എന്ത് കണ്ടന്റ്, അപ്പൊ ഇത് വെച്ചിട്ട് കണ്ടന്റ് വരാൻ പോകുന്നത്. ഈ ലൂപ്പ് തീരുന്നു തോന്നുന്നില്ല. സോ എന്താണെങ്കിലും അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെ ഇംഗ്ലീഷിൽ വാരി വെതറി കുറെ ഇട്ടതുകൊണ്ട് ഞാൻ മറ്റേ ജെമിനിയിൽ മലയാളമാക്കി ജെമിനിയെ കൊണ്ട് വായിപ്പിച്ചത് ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ കുറിപ്പിന്റെ മലയാള പരിഭാഷ താഴെ നൽകുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയ സംഭവങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും അങ്ങേയറ്റം വേദനാജനകവും ആഘാതമുണ്ടാക്കുന്നതുമായിരുന്നു. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്തതിനാൽ ഇത് ഞങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിർഭാഗ്യവശാൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു കാര്യം പൊതുവിടത്തിലേക്ക് എത്തിപ്പെട്ടു. വികാരങ്ങൾ നിയന്ത്രണാതീതമാകുമ്പോൾ ബുദ്ധിയേക്കാൾ ഉപരി ഹൃദയം കൊണ്ടാകാം നമ്മൾ പ്രതികരിക്കുന്നത്.
എന്റെ അമ്മ അന്യായമായി വിമർശിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരുപക്ഷേ എനിക്ക് നിശബ്ദത പാലിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒട്ടും ന്യായമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എന്റെ കുടുംബത്തിന് പേറേണ്ടി വന്നേനെ. സത്യം പറഞ്ഞുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ മാറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചത് ഓർക്കുന്നു. എന്നാൽ ഇതിന് മറുപടിയായി വ്യാജ ആരോപണങ്ങളും നുണകളും വളച്ചൊടിച്ച കഥകളും തീർത്തും വ്യക്തിപരമായ സംഭാഷണങ്ങളും പൊതുസമൂഹത്തിനു മുന്നിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. തങ്ങൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആളുകൾ ഏതറ്റം വരെ പോകുമെന്ന് മുൻകൂട്ടി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ചില ആളുകൾ സ്വന്തം വാക്കുകളെ നേരിടാൻ തയ്യാറാകില്ല. പകരം അവർ പുതിയൊരു കഥ മെനയുകയും അത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഇത്തരം കഥകൾ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേർ ഇന്റർനെറ്റിലുണ്ടെന്ന് അവർക്കറിയാം. ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അല്പമെങ്കിലും കരുതിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ നിശബ്ദത തിരഞ്ഞെടുത്തേനെ. എന്റെ മുത്തശ്ശിയെ വ്യക്തിപരമായി അറിയാവുന്ന ആർക്കും ഇതിലൊന്നും യാതൊരു അത്ഭുതവും തോന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും എന്റെ കുടുംബവും പങ്കുവച്ച വിശേഷങ്ങളിലൂടെ മാത്രം മുത്തശ്ശിയെ അറിയാവുന്ന അനേകം പേർ നിങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ചെറിയ വിശദീകരണം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് ഒന്നാമത് ഈ ലൂപ്പ് ഇപ്പോൾ അഹാൻ എന്നെ ഓപ്പൺ ആക്കി ഇട്ടു. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പോർഷനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട് സൈലൻസ് ഈസ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. എല്ലാം ഒതുങ്ങിപ്പോയി ഒരു സൈഡിലായി. ഈവൻ ഇപ്പോൾ ഇവരെന്നെ പറഞ്ഞ പോലെ അമ്മമ്മ എന്ന് പറഞ്ഞ ഇവരുടെ ഫിഗർ നമുക്ക് ഇവരുടെ വ്ളോഗിലൂടെയാണ്. പിന്നെ ഒരു പ്രായമായ അമ്മമ്മ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ, ഒരു വെൽ സ്പോക്കൺ അല്ലെങ്കിൽ നല്ല സ്നേഹിക്കുന്ന അല്ലേ, അങ്ങനത്തെ ഒക്കെ ആൾക്കാരെയാവും നമ്മളധികവും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നാട്ടുകാർ പെട്ടെന്ന് അമ്മമ്മേനെ കയറി ബിച്ചെന്ന് വിളിച്ച് ഇവളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു അടി വരാൻ പോകുന്നത്. അത് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അമ്മമ്മയുടെ ആ ഒരു ഇത് സിന്ധു കൃഷ്ണയുടെ ചാറ്റിൽ നിന്നാണെങ്കിലും CCTV വിഷ്വൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്കത് മനസ്സിലായി. ഈവൻ അമ്മമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് വരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഒരു അമ്മമ്മയുടെ വായൊന്നും വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് 34 പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. ഇതിന്ന് നിങ്ങളുടെ അച്ഛൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് എന്താ, ചില കാര്യങ്ങളിൽ മിണ്ടാതെ സൈലന്റ് ആവണം. മൂപ്പര് എപ്പോഴും പറയുന്നത് ഇത് മിണ്ടാതേ ഇരിക്കുന്നില്ല, ലൂപ്പ് ഓപ്പൺ ആക്കിയേ വിട്ടുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഏതോ തുണിക്കച്ചവടോ സാരി കച്ചവടോ അല്ലെങ്കിൽ ഏതോ ഒരു മറ്റേ ജ്വല്ലറിന്റെ കച്ചവടത്തെ സാരി വരാൻ പോകുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ വരും ദിവസങ്ങൾ. അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒക്കെ ആണോ ഉണ്ടോ? വെറുതെ അല്ല, ഇതെന്താ ഈ ദിയാകൃഷ്ണ കാണിച്ചൊരു പരിപാടി പ്രൊട്ടസ്റ്റിന്റെ പോസ്റ്റ് ഒക്കെ ഇന്നലെ ഇട്ട സമയത്ത് അതിനിടയിൽ കൂടെ ഒക്കെ ഈ മറ്റേ മാലേന്റെയും ഇതിന്റെ പ്രൊമോഷൻ കയറ്റി വിടുക. മനസ്സിലായോ? ഇത് അങ്ങനത്തെ എന്തോ ഒരു ഐറ്റം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. കാരണം ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കൊടുക്കേണ്ട ഒരു ടൈം ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിട്ട് തോന്നാം. നമുക്ക് അല്ലേ, കാണുന്ന പുറത്തുനിന്നുള്ള പെർസ്പെക്ടീവ് നമുക്ക് ഇതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പോകുന്ന ഞാൻ വേറെ കാര്യം ഭയങ്കര അത് കഴിഞ്ഞ കാര്യം ഇപ്പൊ നമ്മളെല്ലാവരും വിട്ട സാധനം തന്നെയായിരുന്നു. അതിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. മേ ബി ഓൾറെഡി അമ്മമ്മയുടെ സൈഡ് എന്താണോ, അമ്മമ്മ എങ്ങനെയാന്നുള്ളത് ആട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആയപ്പോ ഇനി നിങ്ങൾക്കത് കൂടുതൽ ഇപ്പൊ ഇതിനകത്തുള്ള എക്സ്പ്ലനേഷനകത്ത് ഒന്നുമില്ല. അതായത് അമ്മമ്മ എന്ത് പറഞ്ഞു എന്നില്ല, അങ്ങനത്തെ ഒരു സാധനങ്ങളും വെച്ചിട്ടില്ല. മനസ്സിലായില്ലോ? അങ്ങനത്തെ ഒരു കാര്യവും വെച്ചിട്ടില്ല. പിന്നെ ഫാമിലിക്കകത്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ഫാമിലിക്കകത്ത് നിങ്ങൾ തീർത്തു എന്ന് പറയുകയല്ലാതെ ഇത് തീർന്നിട്ടില്ല എന്നുള്ളത് വീണ്ടും ഈ പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാവുകയാണ്. തീർന്നിട്ടില്ലല്ലോ, ഇത് തീരണ്ടേ. ഇതിപ്പോൾ ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി അഹാന വന്ന് നിന്നു, നമുക്ക് മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് അഹാനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. കാരണം അമ്മമ്മ എന്ത് കാണിച്ചു, അമ്മമ്മ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ആ ടൈമിലും അമ്മ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ അമ്മ വന്ന് പ്രസന്റ് ആവുന്ന സമയത്ത് അമ്മ വന്നില്ല. അമ്മ വരുന്നത് കുറെ കഴിഞ്ഞിട്ട്. ഇതിന് 36 വന്നിട്ട് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി പറഞ്ഞതുമില്ല. കംപ്ലീറ്റ് ആയിട്ട് കാര്യം പറഞ്ഞില്ല. സിന്ധു കൃഷ്ണ വന്നതേ ലേറ്റ്, വന്നപ്പോ കാര്യവും പറഞ്ഞില്ല. കാര്യം പറയാതെ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്തു, പേഴ്സണലി റാൻഡം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട്, സൈബർ ഹറാസ്മെന്റ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ പാറ്റേൺ ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? അതോ നിങ്ങൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു. വീണ്ടും ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് എഴുതിട്ട് പിന്നെ കിട്ടുന്നത് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇതിപ്പോ എന്താ ഇപ്പം ഒരു 10-15 ദിവസം കഴിഞ്ഞില്ലേ എല്ലാരും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരും. ആദ്യം
ആദ്യം അമ്മ പറയേണ്ട അടുത്ത് അഹാന സംസാരിച്ചു. അപ്പൊ അതാണ് ഏറ്റവും പ്രശ്നം പറ്റിയത് എല്ലാ വീട്ടിലും ഒരു അമ്മു. അത് കഴിഞ്ഞപ്പോ അതിനെ കുറിച്ച് സിന്ധുകൃഷ്ണ ചാനലിൽ പറയുന്നുണ്ട്, അതിനെ കുറിച്ച് കളിയപ്പെട്ട് ഫുള്ള് ഇൻസ്റ്റയിൽ നിറയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അമ്മ വരുന്ന അടുത്താണ് അഹാന വന്നത്. ഇനി ഇപ്പൊ ഇതിൽ അഹാന പറഞ്ഞ എന്താ, ഇങ്ങനൊരു വിഷയം വന്നപ്പോ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വന്നു. റോങ്. അഹാനയ്ക്ക് വേണ്ടി വന്നതാ. കാരണം ആ വീട്ടിൽ ഇഷാനി ആയിട്ടോ മറ്റേ അൻസുബി ആയിട്ടോ ആ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ദിയാകൃഷ്ണയായിട്ടോ അമ്മമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മമ്മയുടെ പ്രശ്നവും അമ്മമ്മ പറഞ്ഞ വൃത്തികേടും നിങ്ങളെ കുറിച്ചായിരുന്നു, നിങ്ങളോടായിരുന്നു. അതുകൊണ്ട് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അമ്മേനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി കയറിയിട്ട് ഈ പറഞ്ഞ അഹാന വന്ന പോലെ. അഹാന വന്നതിന്റെ മെയിൻ മോട്ടീവ് അഹാനേനെയാണ് ആര് പറഞ്ഞത്, അമ്മമ്മ പറഞ്ഞത്. അപ്പൊ അഹാന വന്ന് റിയാക്ട് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ആദ്യം മുതൽ ആ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്യാച്ച് ആവുന്ന കരുതിട്ടാ തോന്നുന്നു അമ്മേന്റെ പേര്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അത് രണ്ടും പറയേണ്ടിയിരുന്നു. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടിയും വന്നു, പിന്നെ എന്നെയാണ് പറഞ്ഞപ്പോ ഞാൻ വരും. ഇത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അത് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. അവരുടേത് മാത്രമായ തെറ്റുകൾ കൊണ്ടുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാരണം 2025 ഒക്ടോബർ മുതൽ മുത്തശ്ശിയും ഞങ്ങളിൽ ചിലരും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ഞാൻ എന്റെ മുത്തശ്ശിയോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു മുത്തശ്ശിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവർ എന്നോട് സംസാരിച്ചതുകൊണ്ടാണ്. എന്നോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചുപോകാനാവാത്ത വിധം അതിരുകൾ ലംഘിക്കുന്നതായിരുന്നു. അവ അശ്ലീലവും ലൈംഗികമായി തരംതാഴ്ത്തുന്നതും മനുഷ്യത്വരഹിതവും എന്റെ സ്വന്തം മുത്തശ്ശിയുമായി പൊരുത്തപ്പെടാൻ എനിക്ക് അസാധ്യമാക്കുന്നതുമായിരുന്നു. ഈ മോശമായ കാര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതിനാൽ ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവ എന്നിൽ വളരെക്കാലം നിലനിൽക്കുന്ന മുറിവുകൾ അവശേഷിപ്പിച്ചു. ബഹുമാനം എപ്പോഴും പരസ്പരം നൽകേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രായമോ ബന്ധങ്ങളോ സ്ഥാനമോ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉള്ള ലൈസൻസല്ല, പകരം ചോദ്യം ചെയ്യാത്ത ബഹുമാനം പ്രതീക്ഷിക്കാനും പാടില്ല. അത് ആരായാലും ക്ഷമിക്കാനാവാത്ത അനാദരവ് നിശബ്ദമായി അംഗീകരിക്കാനല്ല, മറിച്ച് എനിക്കുവേണ്ടി ശബ്ദമുയർത്താനാണ് എന്നെ പഠിപ്പിച്ചു വളർത്തിയത്. ഇതൊരു പണത്തിനു വേണ്ടിയുള്ള തർക്കമായി ചിത്രീകരിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഞാനും എന്റെ സഹോദരിമാരും എപ്പോഴും ഞങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വസിക്കുന്നവരാണ്. സാമ്പത്തിക ഭദ്രതയ്ക്കോ സ്വത്തുക്കൾക്കോ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മാതാപിതാക്കളെയോ മുത്തശ്ശിമുത്തശ്ശന്മാരെയോ ആശ്രയിച്ചിട്ടില്ല. സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന സ്വയം പര്യാപ്തരായ സ്ത്രീകളായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. സാമ്പത്തിക ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ അളന്നിട്ടില്ല. ഈ പ്രശ്നം ഒരിക്കലും അതിനെക്കുറിച്ചായിരുന്നില്ല. ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞ് എന്റെ മുത്തശ്ശി അവരുടെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങൾ വായിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. ഞാൻ നിങ്ങളോടൊരു ലളിതമായ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാളുടെ മറുപടികൾക്ക് കാരണമായ യഥാർത്ഥ സന്ദേശങ്ങളും സംഭാഷണങ്ങളും മറച്ചുവെച്ചുകൊണ്ട് ആ മറുപടികൾ മാത്രം വായിക്കാൻ ഒരാൾ എന്തിനാണ് തയ്യാറാകുന്നത്? ഒരു സ്വകാര്യ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ച സന്ദേശങ്ങൾ എന്റെ കസിൻ വായിക്കുന്നതും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് ദേഷ്യം വന്നിരുന്നു. സാധാരണഗതിയിൽ ഞാൻ ഉപയോഗിക്കാത്ത വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ കേട്ടത് എന്റെ സന്ദേശങ്ങൾ മാത്രമാണ്, അതെഴുതാൻ കാരണമായ സംഭാഷണങ്ങളല്ല. അതായത് അമ്മമ്മ വന്നിട്ട് ഈ പറഞ്ഞ വോയിസുകൾ കേൾപ്പിച്ചു, തന്മി വന്നിട്ട് മെസ്സേജുകൾ പുറത്തിട്ടു എന്ന് പറയാം. അപ്പൊ അതിന് റിപ്ലൈ ആ ടൈമിലേ കൊടുക്കായിരുന്നല്ലോ. എന്തിന്റെ റിപ്ലൈ ആണ്? അതായത് അഹാനയ്ക്ക് ഈ തന്ന ക്ലാരിറ്റി അപ്പോഴേ തന്നിരുന്നെങ്കിൽ, കൊടുത്തിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷെ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻസ് ഓർ കമ്മിറ്റ്മെന്റ് ആരോടില്ല, അമ്മമ്മയോടില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് മുതൽ നിങ്ങൾ തമ്മിലുള്ള ടേംസ് തെറ്റിയിട്ടുണ്ട്. അങ്ങനെ തെറ്റി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ഇത്ര മോശമായ രീതിയിൽ ഒരു അമ്മമ്മ ഒരു കൊച്ചുമോളോട് പറയേണ്ടാത്ത രീതിയിലുള്ള വൃത്തികേട് വളർന്ന ഒരു അമ്മമ്മേനോട് നിങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, സഹകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന, അതായത് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ്. അപ്പം അത് രണ്ട് ഇൻഡിവിജ്വൽസ് ആയി മാറി. അമ്മമ്മ കൊച്ചുമോൾ എന്നുള്ളതിനൊക്കെ മാറിയിട്ട് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബാക്ക്ലാഷ് വരുന്ന രീതിയിൽ ഒരു സാധനം അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അതിന് റിപ്ലൈ ഇട്ട് അല്ലേ കഥം കുതം എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും കോമഡി വന്നെന്നറിയോ, ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവരെന്നോട് എന്താ വേറൊരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് പഴയ കഥകളൊക്കെ ഓർമ്മ വരുന്നു. മറ്റേ ബുള്ളി കാര്യം അതില്ലാന്നാ പറയുന്നത്. അത് ഈ പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ബുള്ളി സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, സ്കൂളിലും കോളേജിലും പോയി അന്വേഷിച്ചോളാനാ പറയുന്നത്. ലാസ്റ്റിൽ അതും പറയണ്ട, അതിലേക്ക് നമുക്ക് വരാട്ടോ. ഇവര് തമ്മിലുള്ള ടേംസ് ഒന്നും ശരിയല്ല. ഫാമിലിക്കകത്ത് സാരമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് പറയുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പൊ കാണുന്ന ന്യൂ ഫേസുകളേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേസുകളാണ് നിങ്ങൾക്ക് വാട്ട് ടു പുട്ട് വാട്ട് നോട്ട് ടു പുട്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയും. ഈവൻ തന്മി ഇട്ട ആ അമ്മമ്മയുടെ ആ ഒരു
വീഡിയോന്റെ ഒരു സാധനം വെരി ഫസ്റ്റ് വന്ന സാധനം. അതിന്റെ മുകളിൽ നിന്നുള്ള ആൾക്കാർ സിന്ധു കൃഷ്ണ അമ്മേനെ നോക്കുന്നില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്ത് മിണ്ടാതെയല്ല, അത് ബ്രേക്ക് ചെയ്ത് തന്വിയുടെ നേരെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പുറത്തു വരാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം വീണ്ടും ഈ സാധനം ഇതെന്താ അറിയോ, ആദ്യം ഒരാൾ മരിച്ചിട്ട് അയാളെ കുഴി കുത്തി മൂടും, പിന്നെ അയാളെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കുഴി തുറന്നെടുക്കും, പിന്നെ റീപോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഇതങ്ങനെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. തോണ്ടിട്ട് ഫസ്റ്റ് പറഞ്ഞാണ് കൃഷ്ണകുമാർ പറഞ്ഞാണ് ഒന്നും പറയണ്ട അമ്മയ്ക്ക്, അപ്പോഴും അമ്മയ്ക്ക് വേണ്ടിട്ട് പറഞ്ഞു നിന്നു. അല്ല ഇത് ഞാൻ പറഞ്ഞു, ഇത് അമ്മയ്ക്ക് വേണ്ടി എന്നുള്ളത് ഇറ്റ്സ് ദെയർ. പക്ഷെ ഇത് അഹാനയ്ക്കും കൂടി, അഹാനയുടെയാണ് മെയിൻ. അഹാനേനെ പറഞ്ഞതുകൊണ്ടാണ് സാധനമുള്ളതെന്നുള്ളത് എവിഡന്റ് ആണ്. ആ സംഭാഷണങ്ങളിൽ ചിലത് തുടങ്ങിയത് തന്നെ എന്റെ അമ്മൂമ്മയുമായി കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാണെന്ന് എന്റെ കസിൻ ഞങ്ങളോട് പറയുന്നതിൽ നിന്നാണ്. ഞങ്ങൾ ബാക്കിയുള്ളവർ അവൾ പറയുന്നതിന് മറുപടി നൽകുക മാത്രമാണ് ചെയ്തത്. ഇതാണ് യാഥാർത്ഥ്യം എന്നറിഞ്ഞിട്ടും അവൾ അയച്ച സന്ദേശങ്ങളും അതിലെ സാഹചര്യങ്ങളും മറച്ചുവെച്ചുകൊണ്ട് എന്റെ സന്ദേശങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്നത് കാണുന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു. ഇതെനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാക്കിത്തന്നു. ഈ ആരോപണവും മറ്റു പല ആരോപണങ്ങളും എന്നെ ബോധ്യപ്പെടുത്തിയത് സത്യമെന്തായാലും എന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നാണ്. അവർ മെനയാൻ ശ്രമിച്ച കള്ളക്കഥകളെ ഞാൻ ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ് അതിന് കാരണം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഞാൻ എന്റെ അമ്മൂമ്മയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അവർ പറയുന്ന ആ സംഭവം ഞങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ദിവസമാണ് നടന്നത്. എന്റെ മുത്തച്ഛൻ മരിച്ച് 2 മാസത്തിനുശേഷം എന്റെ അമ്മയും സഹോദരിമാരും ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തും ഞാനും കൂടി ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ അമ്മൂമ്മയെ സന്ദർശിച്ചിരുന്നു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അമ്മൂമ്മ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത്തരം ചില സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങളൊരു പതിവാക്കിയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം മുതൽ അവിടെ നിന്ന് പോകുന്നതുവരെയുള്ള ആ കൂടിക്കാഴ്ചയുടെ മുഴുവൻ റെക്കോർഡിംഗും ഞങ്ങളുടെ പക്കലുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. എനിക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ആരോപണം അതിലെവിടെയുമില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അവർ രണ്ടുപേരും ചേർന്ന് വേറെയും നിരവധി ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അവയെല്ലാം അസത്യമാണ്. സന്ദേശങ്ങളിലും റെക്കോർഡിംഗുകളിലുമായി സത്യം ഭദ്രമായി ഇരിപ്പുണ്ട്. അതൊരിക്കൽ തെളിയിക്കേണ്ട ഒരു ദിവസം വന്നാൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. എന്റെ കസിൻ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാളായിരുന്നില്ല. അവളും ഞങ്ങൾക്കൊപ്പം ഈ സംഭവങ്ങളിലൂടെയെല്ലാം കടന്നുപോയതാണ്. അമ്മൂമ്മയിൽ നിന്ന് അവൾക്കും ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ അവൾ പിന്തുണയ്ക്കായി ഞങ്ങളെയാണ് സമീപിച്ചത്. യാതൊരു നിബന്ധനകളുമില്ലാതെ ഞങ്ങൾ അവൾക്കൊപ്പം നിന്നു. അതായിരുന്നു ആ സംഭാഷണങ്ങളെല്ലാം. മുഴുവൻ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഭർത്താവ് മരിച്ചതിനുശേഷം ഒരു പ്രായമായ സ്ത്രീയെ ഉപേക്ഷിച്ചുപോയവരായി എന്റെ കുടുംബത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ചിത്രം മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു അവൾ. ഒരുപക്ഷേ 74 വയസ്സുള്ള എന്റെ അമ്മൂമ്മയ്ക്ക് സോഷ്യൽ മീഡിയയുടെ വ്യാപ്തിയോ കള്ളക്കഥകളും നുണകളും പൊതുസമൂഹത്തിനു മുന്നിലെത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളോ പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകില്ല. എന്നാൽ എന്റെ കസിന് അത് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അതായത് ഇത് കേട്ടാ തന്വിഞ്ഞ് വെറുതെ ഇരിക്കും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞങ്ങളെ ഫാമിലിയിൽ ആരും ഇതിന് റിപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നാളെ കണ്ടോ തന്വി ഒരു 40-50 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് വരും. അല്ല, എനിക്ക് ഏറ്റവും രസം തോന്നിയെന്തറിയോ, അമ്മമ്മേന്റെ അടുത്ത് സംസാരിക്കും, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ടാക്കി സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ നമ്മള് ഭാവിയിൽ എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളല്ലേ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലേ? അപ്പൊ ഞാൻ ആലോചിക്കുന്നത് സ്വന്തം വീട്ടിനകത്ത് സ്വന്തം അമ്മമ്മേന്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഭാവിയിൽ അമ്മമ്മ പണി തരും. അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അമ്മമ്മ പണി തരുന്നുണ്ടെങ്കിൽ അമ്മമ്മക്ക് ഫോൺ യൂസ് ചെയ്യാറില്ല, വീഡിയോ ഇടാൻ അറിയില്ല. ഇവർക്ക് ഓൾറെഡി അറിയാം തന്വി പണി തരും. ഇവർക്ക് ഓൾറെഡി തന്വി പണി തരുമോ, തന്വി പണിയാക്കുമോ എന്നുള്ളൊരു സംശയം. തന്വി അല്ലെങ്കിൽ ഹൂവർ വേറെ ആരെങ്കിലും അവിടെ നിന്ന് ഒരു ഹോം നേഴ്സ് ആണെങ്കിലും മതി. പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കണോന്ന് എനിക്കൊരു സംശയം. അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്വിയിൽ നിന്ന് തുടങ്ങി, അതായത് തന്വി പ്രശ്നങ്ങൾ അമ്മമ്മേനായിട്ടുള്ള പറഞ്ഞു തുടങ്ങി, തന്വീനായിട്ട് വല്ല കോൺവെർസേഷൻസ് തുടങ്ങി, പിന്നെ അതിൽ നിന്ന് ഇത് എസ്കലേറ്റ് ആയി മോശമായിട്ട് പോയി, പിന്നെ ഇവരിത് റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. ഞാൻ ചോദിക്കട്ടെ, ഓക്കെ നമുക്ക് നമ്മൾ അത്രയും ഡിജിറ്റൽ സെക്യൂരിറ്റി ഉള്ള കാലത്തൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല. എത്ര നമ്മൾ നോക്കിയാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഒരു ഫോൺ മിസ്സായാൽ ചിലപ്പോൾ മിസ്സാവും. ഇത് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് മിസ്പ്ലേസ് ആയി പോയുള്ള അവസ്ഥ എന്താ? ഈ ആ CCTV ഫുട്ടേജ് പലരും അന്ന് എന്നോട് പറഞ്ഞു അത് AI ആയിരിക്കും, അത് പ്രശ്നമായിരിക്കും എന്നൊക്കെ. എനിക്കിപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഇവർ എടുത്തു വെച്ച എവിഡൻസിന്റെ ഭാഗമായിരുന്നു.
മനസ്സിലായി? ഇതൊക്കെ ഇവര് എടുത്തു വെച്ച അമ്മമ്മയ്ക്കെതിരെ എടുത്തു വെച്ച എവിഡൻസിന്റെ ഭാഗമായിരുന്നു. അതന്നെ അമ്മമ്മയ്ക്കെതിരെ എടുത്തു വെച്ച് ഞാൻ അല്ല, അമ്മമ്മ പറഞ്ഞത് വളരെ മോശം കാര്യമാണ്. പക്ഷെ അത് ഫാമിലിന്റെ ഉള്ളിൽ ഒതുക്കേണ്ട സാരി ഇവര് എടുത്തു വെച്ചത് എന്തിനാണ് ഈ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ പറയേണ്ട കാര്യം വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ആംഗിൾ ഏതാണ്, ഇത് സോഷ്യൽ മീഡിയയിൽ നാളെ വരാം എന്നുള്ള തോട്ട് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ ഒരു ആംഗിൾ ചിന്തിക്കും, കൂട്ടക്കാരും കുടുംബക്കാരും ഉണ്ടല്ലോ, ഇങ്ങനെ വായി നാക്കുള്ള ഒരു അമ്മമ്മ, ഇങ്ങനെ പിഴപ്പുകേട് വിളിച്ചു പറയുന്ന ഒരാള്, മൂപ്പത്തിയാര് വേണമെങ്കിൽ അടുത്ത റിലേറ്റീവ്സിനോട് എന്ത് പറയും, ഇങ്ങനത്തെ വൃത്തികേടുകൾ വിളിച്ച് പറയാം. അപ്പൊ ആ ടൈമിൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണെങ്കിലും ആവാം. മേ ബി അതിനും ചാൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും റെക്കോർഡ് ഫാമിലി. നുണകൾ കാരണം മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്നതാണ് ഇതിലെല്ലാം ഏറ്റവും വിഷമകരമായ കാര്യം. അവർ മെനഞ്ഞെടുത്ത ഓരോ കള്ളക്കഥകളും, നിമിഷങ്ങൾക്കകം പൊളിച്ചെടുക്കാൻ കഴിയുന്ന ചാറ്റുകളും, ഓഡിയോ റെക്കോർഡിംഗുകളും വീഡിയോകളും എണ്ണമറ്റ തെളിവുകളും എന്റെ കൈവശമുണ്ട്. അതെല്ലാം പരസ്യമാക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ഇന്ന് ചില ആളുകൾക്കുള്ള പല അഭിപ്രായങ്ങളും അത്രയും വേഗത്തിൽ മാറുമെന്ന് എനിക്കൊരു സംശയവുമില്ല. എന്നാൽ സ്വകാര്യ സംഭാഷണങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ ഇത്രയും കാലം എന്തിനെതിരെയാണോ നിലകൊണ്ടത് അതിൽ നിന്നും എനിക്ക് യാതൊരു വ്യത്യാസവുമില്ലാതെ വരും. ഞാൻ അങ്ങനെയൊരാളല്ല, ഒരിക്കലും അങ്ങനെയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെ എന്നെക്കുറിച്ച് തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ പ്രചരിപ്പിച്ചതിന് എന്റെ കസിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനും മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാനും എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. എന്നിരുന്നാലും 2 കാരണങ്ങളാൽ ഇതിൽ നിയമനടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുകയാണ്. എന്റെ കസിന്റെ ജീവിതത്തിൽ ഞങ്ങൾ അതിയായി സ്നേഹിക്കുന്ന കുട്ടികളുണ്ട്. അവർ ഒരിക്കലും എടുക്കാത്ത തീരുമാനങ്ങളുടെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. മാത്രമല്ല, കുടുംബകാര്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചിഴക്കേണ്ടതില്ല എന്ന് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. കോടതിമുറി എന്നത് മറ്റൊരു പൊതുപോർക്കളമാണ്. എന്റെ കുടുംബം ഇനിയൊരു പോരാട്ടം നടത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഇത് തുടരുകയാണെങ്കിൽ, ഈ വേദനകളിലൂടെ എന്റെ കുടുംബത്തെ വീണ്ടും വലിച്ചിഴയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. എനിക്കതിനോട് താൽപ്പര്യമില്ല. കാര്യങ്ങൾ അവിടെ വരെ എത്തുന്നതിനു മുമ്പ് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്റെ വീഡിയോയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് അവഗണിച്ചുകൂടെയെന്നും പലരും ചോദിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. സത്യമെന്തെന്നാൽ ഞാൻ പ്രതികരിച്ചത് ഒരു വീഡിയോയോടല്ല, അതിനുശേഷം വന്ന എല്ലാ കാര്യങ്ങളോടുമാണ് ഞാൻ പ്രതികരിച്ചത്. സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച മകളാണെന്ന് വിളിച്ച് എന്റെ അമ്മയുടെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ആളുകൾ മെസ്സേജുകൾ നിറയ്ക്കുകയായിരുന്നു. അത് അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു. തന്റെ അച്ഛന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോരാടുകയും അദ്ദേഹത്തിനു വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്ത ഒരു സ്ത്രീയാണവർ. ഒട്ടും സത്യമല്ലെന്ന് എനിക്കറിയാവുന്ന ഒരു കഥയുടെ പേരിൽ എന്റെ അമ്മയെ പൊതുസമൂഹം അപലപിക്കുന്നത് കണ്ടപ്പോൾ എനിക്കറിയാവുന്ന ഒരേയൊരു രീതിയിൽ ഞാനൊരു മകളായി പ്രതികരിച്ചു. എന്റെ ആന്റിയെ ന്യായീകരിച്ചതുൾപ്പെടെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉറച്ചുനിൽക്കുന്നു. വ്യാജമാണെന്ന് എനിക്കുറപ്പുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നതിനേക്കാൾ സത്യത്തിനൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടം. ആഹാന നല്ല പേരുണ്ടീന്ന്, ജോർജ് കുട്ടത്തി. ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഉണ്ടല്ലോ, ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് അറ്റം വരെയും പോകുന്ന പറഞ്ഞ പോലെ, ഇത് ജോർജ് കുട്ടത്തി അല്ലേ? അല്ല, 34 പറയുന്നുണ്ട്, ഇതൊക്കെ അടുത്ത് പുറത്തിടുന്ന് പറയുന്നുണ്ട്. ഇതൊരു വാണിംഗ് ആണ്. ഇത് ഓപ്പോസിറ്റിലെ ആളിന്റെ നാളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൈഡിലെ ആൾക്ക് വാണിംഗ് ആണ്. നിങ്ങൾ ഇത് അത് ആ വേറെ സാധനം ഉണ്ടല്ലോ, അത് അത്ര നിഷ്കളങ്കമായിട്ട് എനിക്ക് തോന്നിയില്ല. ഏത് ഈ കുട്ടികളെ എടുത്ത് പറഞ്ഞൊരു സാധനമില്ലേ, ഞാൻ എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അവരുടെ കുട്ടികൾ നമുക്ക്, അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. കുട്ടികളിലാണ്, ശ്രദ്ധിച്ചോ, നാളെ കോടതി പോലീസും കയറി ഇറങ്ങേണ്ടി വരും. അതൊരു ത്രെട്ടാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത. അല്ലെങ്കിൽ അതൊക്കെ എഴുതേണ്ട കാര്യം എന്താണല്ലേ? ഞാൻ പറഞ്ഞു ഇത് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. എന്റെ അമ്മമ്മ ഇന്നതൊക്കെയാ പറഞ്ഞത്, ഇതയച്ച അമ്മമ്മ അയച്ച മെസ്സേജ്, ഇതിവിടെ കഴിഞ്ഞു. അമ്മമ്മ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് അമ്മമ്മേനെ ഇഷ്ടമല്ല. അത് ഓപ്പോസിറ്റിലെ ആൾക്ക് ഭയങ്കര നാളെ ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഇതൊന്നും പറ്റരുത്, കൊടുക്കരുത് എന്നാണ് ഇവരുടെ ഇന്റൻഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആന ശരിക്കും എന്ത് ചെയ്യണം? ഇതൊന്നും ഈ പറഞ്ഞ ത്രട്ടനിങ് സാധനങ്ങൾ വെക്കാൻ പാടില്ല. എൻ്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ അതുണ്ടോ ഞാൻ മണീന്റെ ഫ്രണ്ടാ, മാലന്റെ ഉണ്ട്, അതുപോലെയാണിത്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാത്തുനിന്നിട്ട് ലാസ്റ്റ് പറയില്ല. ഞാൻ ആലോചിക്കുന്ന ആ കേക്കേന്റെ അവസ്ഥയാ. നാട്ടിൽ നടക്കണ പ്രൊട്ടസ്റ്റിനെതിരെ വരെ മൂപ്പര് വന്ന് പറഞ്ഞു. സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിന് മൂപ്പർക്കൊന്നും പറയാല്ലേ മനുഷ്യന്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നന്നാക്കിയിട്ട് വേണം ബാക്കി പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ ശരിക്കും. പക്ഷെ അങ്ങനെയല്ല, കേക്കിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, മൂപ്പര്
ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം അങ്ങനെ വിട്ടുകൊടുത്തേക്ക് വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ. നിങ്ങൾ അടിച്ചു തീർക്കും മക്കളെ എന്നുള്ളത്. അതിനല്ല ശ്രീലക്ഷ്മി ഇറക്കിയല്ല പറഞ്ഞേ, ഇപ്പോഴൊന്നും ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യില്ല, യൂട്യൂബ് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളത്. പറഞ്ഞതാരാ, അതിലും വിറ്റ് പറഞ്ഞ ആൾ അതിലും സംഭവമാണ്. പറഞ്ഞ ആളുടെ പ്രൊട്ടസ്റ്റ് ഇപ്രാവശ്യം കാണാൻ നമുക്ക്. മറ്റേ പറയുന്നില്ല ഇന്ദമള്ളി ശ്രീലക്ഷ്മി. ഓക്കെ. നിർഭാഗ്യവശാൽ ചില സ്ത്രീകളെ വിധിക്കാൻ സമൂഹം എപ്പോഴും തിടുക്കം കാണിക്കാറുണ്ട്. പരാജയപ്പെട്ട ഒരു വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തുവന്ന് ജീവിതവുമായി മുന്നോട്ടു പോകുന്ന ഒരു സ്ത്രീ എപ്പോഴും വിമർശിക്കപ്പെടുന്നു. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്ന് ഒരമ്മയെ കുറ്റപ്പെടുത്തുന്നത് പൊതുജനാഭിപ്രായം ഒരാൾക്കെതിരെ തിരിച്ചുവിടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൊന്നാണ്. ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും എന്റെ കസിനോടും എന്റെ ആന്റിയോടും സഹതപിച്ചിട്ടേയുള്ളൂ. കാരണം ഞങ്ങൾ പൂർണ്ണമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. മാത്രമല്ല, കാര്യങ്ങൾ ഇന്ന് ഈ നിലയിലായതിൽ അവർ രണ്ടുപേർക്കും ഉത്തരവാദിത്തമില്ലെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി സ്വന്തം കുടുംബത്തിലെ മറ്റൊരു അംഗത്തിനെതിരെ പരസ്യമായി സംസാരിക്കാൻ സോഷ്യൽ മീഡിയയെ തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. ട്രോമയെക്കുറിച്ചുള്ള മാനസികാഘാതം വിവിധ ചർച്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാൾ മൗനം പാലിക്കാൻ തീരുമാനിച്ചു എന്നതുകൊണ്ട് അവർക്ക് ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടില്ല എന്ന് അർത്ഥമില്ല. ചില ആളുകൾ തങ്ങളുടെ വേദനകളെ ഒരു പബ്ലിക് കണ്ടന്റാക്കി മാറ്റാതെയോ അപരിചിതരിൽ നിന്ന് അംഗീകാരം തേടാതെയോ നിശബ്ദമായി സഹിക്കുന്നു. എന്റെ ആന്റിയുടെ വേദന മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അതിന് യാഥാർത്ഥ്യമില്ലാതാകുന്നില്ല. വിഷാദരോഗം, മാനസികാഘാതം, മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വൈദ്യസഹായവും അനുകമ്പയും മനസ്സിലാക്കലും ബഹുമാനവും അർഹിക്കുന്ന യഥാർത്ഥ മെഡിക്കൽ അവസ്ഥകളും അനുഭവങ്ങളുമാണ്. എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു കവചമായി അവയെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒരാളുടെ പ്രവൃത്തികളെയോ തെറ്റുകളെയോ ന്യായീകരിക്കാൻ ഉപയോഗിക്കേണ്ട വാക്കുകളല്ല അവ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ എന്റെ അമ്മൂമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു. കാരണം അവർ പറയുന്നതനുസരിച്ച് ഞാനാണ് അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചതും അവരെ പരിചരിച്ചതും ഒരു കൊച്ചുമകൾ എന്ന നിലയിൽ എന്നിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറം അവർക്കായി ചെയ്തതും. വർഷങ്ങളായി എന്റെ സഹോദരിമാർ അവർക്കുവേണ്ടി ചെയ്ത കാര്യങ്ങളെ വിലകുറച്ചു കാണിക്കാനല്ല ഇത് പറയുന്നത്. അവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതു സമയത്താണോ ആരാണോ തനിക്കുവേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ വല്ലാതെ പുകഴ്ത്തുന്ന ഒരു പ്രവണത എന്റെ അമ്മൂമ്മയ്ക്ക് പലപ്പോഴുമുണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹം ഞാനെന്ന വ്യക്തിയോടായിരുന്നോ അതോ എനിക്ക് അവർക്കുവേണ്ടി ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളോടായിരുന്നോ എന്ന് ചിന്തിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ അവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും അവർക്ക് മുമ്പത്തെപ്പോലെ പ്രയോജനമുള്ള ഒരാളല്ലാതായി മാറുകയും ചെയ്ത ആ നിമിഷം ഞാൻ അവർക്കുവേണ്ടി ചെയ്തതെല്ലാം ഒറ്റരാത്രി കൊണ്ടില്ലാതായതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതില് സ്വന്തം അമ്മമ്മ അപ്പൊ കണ്ടോൻ അപ്പ വിളിക്കും. അപ്പൊ അത് ചോദിച്ചു, എന്താ അമ്മമ്മ എന്നെ ഇങ്ങനെ ഒഴിവാക്കിയത്, ഞാൻ അമ്മമ്മക്ക് ഇതൊക്കെ ചെയ്തെന്നില്ല, അത് ചെയ്തെന്നില്ല ചോദിച്ചു. കണക്കും പറയാൻ പോയിട്ടുണ്ട്. അതാണ് ഉണ്ടായത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഇതിലങ്ങനെ പറഞ്ഞത്. ഞാൻ അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യും. അവർക്ക് പ്രവർത്തികളെ ചോദ്യം ചെയ്തു പറഞ്ഞു. ഞാൻ മരിച്ചുപോയ മുത്തശ്ശനോട് ചെയ്ത കാര്യങ്ങൾ ചോദ്യം ചെയ്തു. ഇതിലങ്ങനെയല്ല പറഞ്ഞത്. എന്താ പിന്നെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കൂടുതൽ കാര്യങ്ങൾ അവരെ വല്ലാതെ പുകഴ്ത്തുന്ന ഒരു പ്രവണത എന്റെ അമ്മൂമ്മയ്ക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹം ഞാൻ എന്ന വ്യക്തിയോടായിരുന്നോ അതോ എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളോടായിരുന്നോ എന്ന് ചിന്തിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ അവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും അവർക്ക് മുമ്പത്തെ പോലെ പ്രയോജനമുള്ള ഒരാളല്ലാതായി മാറുകയും ചെയ്ത ആ നിമിഷം അതാണ്. അത്രേ ഉള്ളൂ. അതായത് അവര് ചോദ്യം ചെയ്തത് അഹാന പണ്ടത്തെ പോലെ ചെയ്യണില്ല. അല്ല, അഹാന ചോദ്യം ചെയ്തത് മുത്തശ്ശന്റെ കാര്യങ്ങള്. ഓക്കെ, അതാണ് അഹാന ചോദ്യം ചെയ്തത്. എനിക്കത് മുത്തശ്ശന്റെ ആയിരുന്നല്ലോ എനിക്ക് തോന്നി. എനിക്ക് തോന്നിയത് അഹാന ചെയ്തത് ചിലപ്പോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അഹാനെ ഇതിനകത്ത് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. ഏത് ഈ പറഞ്ഞ അമ്മമ്മക്ക് ഇപ്പൊ ആരെയാണോ താല്പര്യം അവരുടെ ഒപ്പം മാത്രമേ നിൽക്കൂ. അങ്ങനെ തൻവി ഇവരൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ അമ്മമ്മേന്റെ ഒപ്പം, അല്ലേ? ഫോൺ വിളിക്കൽ മാത്രം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൻവി ഇപ്പോ നാട്ടിലെത്തി തൻവീനെ ഇഷ്ടമല്ലാത്ത തൻവി റീസെന്റ് ഇട്ട വ്ളോഗിനകത്തൊക്കെ അമ്മമ്മക്ക് കുട്ടികളായിട്ട് എന്തൊക്കെയോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് വയസ്സായതിന്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. മെമ്മറി ലോസ്, മെമ്മറി അൽഷിമേഴ്സ് അങ്ങനത്തെ ടൈപ്പ്. കാരണം പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അവർ നല്ലോണം സംസാരിക്കുമ്പോ നല്ല ആള്, അപ്പുറത്ത് നിന്നുമ്പോ നല്ല ആള്. അതാണ് ചോദ്യം ചെയ്തത് എനിക്ക് മനസ്സിലായത്. അതല്ല ചോദ്യം ചെയ്തു. ഇത് മറ്റേ മുത്തശ്ശനായിട്ടുള്ള സാധനങ്ങൾ ചോദ്യം ചെയ്തപ്പോ അഹാന ഇതായി എന്നുള്ളതാണ് അഹാന ഉദ്ദേശിച്ചതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എനിക്ക് പറ്റാ തോന്നി. കാരണം മുത്തശ്ശന്റെ കാര്യം ഇവിടെ ഒന്നും പറയണില്ല. അഹാന കറക്റ്റ് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോയി എനിക്ക് തോന്നി. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ചിലപ്പോ പറയുന്നത് മോശമായിരിക്കും, ചിലപ്പോ റോങ് ആയിരിക്കും. പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. മുത്തശ്ശൻ പിന്നെ ആലോചിക്കുന്നുണ്ടാവും, കഴിച്ചിലായി അമ്മൂമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ മറന്നിട്ടുണ്ടാകാം.
ആളുകൾ ചിലപ്പോൾ അവർക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സാരമില്ല. ഞങ്ങൾ പങ്കിട്ട നല്ല നിമിഷങ്ങൾ മറക്കാൻ അവർ തീരുമാനിച്ചാലും ഞാനത് മറന്നിട്ടില്ല. ഞാൻ അവർക്കായി ചെയ്തതെല്ലാം എന്തുകൊണ്ടാണെന്നെനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല ഓർമ്മകളെ ഞാൻ എപ്പോഴും ഓർക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇനി മുതൽ എന്റെ അമ്മൂമ്മയെ സംരക്ഷിക്കാൻ കഴിയില്ല. ആ അധിക്ഷേപങ്ങളിൽ നിന്ന് ഞങ്ങളെത്തന്നെ സംരക്ഷിക്കാനുള്ള ഏക വഴി അവിടെ നിന്നും മാറി നിൽക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ അവർക്ക് 74 വയസ്സായി. ഈ വിവാദങ്ങളെല്ലാം മറ്റുള്ളവർ മറന്നതിനുശേഷവും അവരെ നോക്കാൻ ഒരാൾ വേണ്ടിവരും. അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണ് കാനഡയിലെ തന്റെ ജീവിതം ഉപേക്ഷിച്ച് മടങ്ങിവന്നതെന്ന് എന്റെ കസിൻ ലോകത്തോട് പറഞ്ഞു. എന്റെ അമ്മൂമ്മയുടെ നന്മയെ കരുതി അതൊരു സത്യമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീഡിയോകൾ ചെയ്യാനില്ലാത്തപ്പോഴും അത് കാണാൻ ആളുകളില്ലാത്തപ്പോഴും ആ പറഞ്ഞത് സത്യമായി തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൺലൈനിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും എന്നെ വിലയിരുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കുറച്ച് സ്ക്രീൻഷോട്ടുകൾക്കും ചെറിയ ശകലങ്ങൾക്കും ഒരിക്കലും ഒരു കഥയുടെ പൂർണ്ണരൂപം ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും എനിക്കറിയാം. മുഴുവൻ കാര്യങ്ങളും അറിയാത്തപ്പോൾ മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനുള്ള ക്ഷമ ചിലരെങ്കിലും കാണിച്ചിരുന്നെങ്കിലെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ സാരമില്ല. എന്നെ വ്യക്തിപരമായും അല്ലാതെയും ശരിക്കും അറിയാവുന്നവർക്ക് എന്റെ മനസ്സിനെയും എന്റെ സത്യത്തെയും അറിയാം. അതുമാത്രമാണ് എനിക്ക് പ്രധാനം. ചിലർ നുണകളുമായി ജീവിക്കാൻ തീരുമാനിച്ചേക്കാം. എന്നാൽ സത്യത്തോടൊപ്പം ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ സത്യസന്ധതയും നന്മയും കാത്തുസൂക്ഷിക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊന്നും മറച്ചുവെക്കാനോ ഭയപ്പെടാനോ തെളിയിക്കാനോ ഇല്ലെന്ന തിരിച്ചറിവോടെ പൂർണ്ണമനസ്സോടെ ചിരിക്കാൻ ആ വിശ്വാസം എന്നെ സഹായിക്കുന്നു. എനിക്ക് പൂർണ്ണമായ ഉറപ്പോടെ അറിയാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിതാണ്: വർഷങ്ങളായി സത്യസന്ധതയിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തനിമയോടെ നിൽക്കാനുള്ള ധൈര്യത്തിലൂടെയും കെട്ടിപ്പടുത്ത ഒരു സൽപ്പേര് ഒറ്റരാത്രികൊണ്ട് ഇല്ലാതാകില്ല. ഞാൻ ഒരു കുറവുകളുമില്ലാത്ത ആളാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യബോധത്തോടെയിരിക്കാനും എന്റെ പോരായ്മകൾ അംഗീകരിക്കാനും ആത്മാർത്ഥതയോടെ ജീവിക്കാനുമാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് വർഷങ്ങളായി ഇത്രയധികം ആളുകളുടെ സ്നേഹവും വിശ്വാസവും എനിക്ക് നേടിത്തന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ആ സ്നേഹം ഞാൻ എന്നത്തേക്കാളും കൂടുതലായി അനുഭവിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഈ ഇതിനകത്തുനിന്ന് എന്താ പറഞ്ഞതിപ്പോ? അതല്ല, ഇതെന്താ അറിയോ, ഇവർ പറയുന്നത് ഇവരായിട്ട് പുറത്ത് വിട്ട ബിറ്റ്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ് മാത്രമേ നമുക്കറിയൂ. മനസ്സിലായി? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമല്ലല്ലോ നടക്കുന്നത്. കെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ സൂപ്പർ കോപ്സ് ഒന്നുമല്ലല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങളായിട്ട് പുറത്ത് പറയുന്നതും നിങ്ങളെ കയ്യിൽ നിന്ന് പുറത്ത് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് സോഷ്യൽ മീഡിയ ഓഡിറ്റ് നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഈ പുറത്ത് വന്നത് കണ്ടുവച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിലൊരു പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യരുത്. അതെങ്ങനെ പറ്റും? ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇതെന്താ നടന്നതെന്നുള്ള ഇൻസിഡൻറ്റ് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ക്ലാരിറ്റി നിങ്ങൾ തരണം. ഇത് അവിടെ ഇവിടെ മാത്രം എപ്പോഴെങ്കിലും വൺസ് ഇൻ എ ബ്ലൂ മൂൺ വന്നിട്ട് പറഞ്ഞിട്ട് പോകും. ഇതേപോലെ തന്നെയാണ് അവരുടെ വ്ളോഗിൽ അമ്മമ്മ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ, ആ അമ്മമ്മ നല്ലതാണ് പാവാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഹാനിനെ നമ്മൾ കൂടുതലും കുറ്റം പറഞ്ഞ രീതിയിലായത് സോഷ്യൽ മീഡിയയിൽ. ഇതെന്താ അറിയോ, ഒന്നില്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോവുക. ആ കൂട്ടത്തിൽ തന്നെ അഹാനയ്ക്കായിരുന്നു ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ അഹാന വന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇത് അഹാന സ്വന്തം മാറ്റർ ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മറ്റേ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പണിയാവും എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ ഇനിയിപ്പോ ഈ സാധനം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ഓപ്പോസിറ്റ് വേറെ സാധനം ഇറക്കും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ആദ്യ തൻവിക്കുള്ള വെപ്പ് ചെക്ക് വെച്ചല്ലോ. ഏത് വീട്ടിൽ വേറെ കണ്ടന്റുകൾ ഇല്ലാതാവുമ്പോ അവിടുന്ന് വന്ന ആൾക്ക് ഇവിടെ നിക്കാൻ തോന്നട്ടെ, അമ്മമ്മേനെ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇനിയിപ്പോ കണ്ടന്റ് ഇല്ലാതാവുമ്പോ വേറെ വല്ല പ്രശ്നമായിട്ട് വരുമോ എന്നുള്ള ചോദ്യം അവിടെ ആദ്യം ചെക്ക് വെച്ചു. ഇനി നാളെ തന്വി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പറയൂലോ, എന്ത് അഹാന പറഞ്ഞ പോലെ കണ്ടന്റ് ഇല്ലാത്തപ്പോ ഇവിടെ അമ്മമ്മേനെ എടുത്ത് വന്നു എന്നുള്ളത് പറയും. അത് കറക്റ്റ്, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഹാന ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. എനിക്കൊപ്പം നിന്ന എന്നിൽ വിശ്വസിച്ച ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്നെ ബന്ധപ്പെട്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഒരു കഥയുടെ പാതി മാത്രം കേട്ട് എന്നെയും എന്റെ കുടുംബത്തെയും വിധിക്കാതിരുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളോടാ ക്ഷമ കാണിക്കേണ്ട യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ലായിരുന്നു, എന്നിട്ടും നിങ്ങളത് കാണിച്ചു. അത് എനിക്ക് എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്റെ സ്ഥാനം എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ ഇവിടെ തന്നെ തുടരുകയും ചെയ്യും. എപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നടുവിൽ. ഇതോടെ ഞാൻ ഈ അധ്യായം പൂർണ്ണമായും ഒപ്പം എന്നേക്കുമായി എന്ന് തന്നെ കരുതുന്നു അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മിക്കവാറും എല്ലാ ദിവസവും എന്നെക്കുറിച്ച് ഇന്റർനെറ്റിൽ
പുതിയ ഓരോ വിവാദങ്ങൾ കണ്ടെത്തുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവയിൽ ചിലത് വളരെ ചിരിപ്പിക്കുന്നതായിരുന്നു, അതിനാൽ അവയൊന്നും ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല. മറ്റ് ചിലത് ഞാനും എന്റെ സഹോദരിമാരും സ്കൂളിലോ കോളേജിലോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിരുന്നു. ബുള്ളീസ് എന്ന തരത്തിൽ സ്ഥിരമായി വരുന്ന കഥകൾ. തീർത്തും കെട്ടിച്ചമച്ച കാര്യങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നും. അതിനാൽ സത്യമറിയാൻ ശരിക്കും താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഞാനൊരു തുറന്ന ക്ഷണം നൽകുന്നു. ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് ISC സ്കൂളിലും പിന്നീട് ചെന്നൈയിലെ MOP വൈഷ്ണവ് കോളേജിലുമാണ്. ദയവായി ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക. അവിടുത്തെ കാര്യങ്ങൾ നന്നായി അറിയാവുന്നവരോട് സംസാരിക്കുക. രസകരമായ ഒരു ഗോസിപ്പാകുന്നു എന്നതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന കഥകൾ വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ തീരുമാനിക്കുന്നതിനു മുമ്പ് കാര്യങ്ങൾ അന്വേഷിച്ച് സത്യം ഉറപ്പുവരുത്തുക. സത്യത്തിന് ഒരിക്കലും ഇത്തരം പരിശോധനകളെ ഭയക്കേണ്ടതില്ല. അവസാനമായി, സൈബർ ബുള്ളിയിങ് വഴി എന്റെ മൂല്യത്തെ ചോദ്യം ചെയ്യാമെന്നോ എന്റെ തിളക്കം കെടുത്താമെന്നോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മാറ്റാമെന്നോ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നാകും. സ്നേഹവും സമാധാനവും അന്തസ്സും സത്യവും നിറഞ്ഞാശംസകളോടെ അഹാന കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അഹാന പറയുന്നത്, അഹാനയ്ക്ക് ഈ പറഞ്ഞ കോളേജ് സ്കൂൾ സമയങ്ങളിൽ നമ്മൾ റെഡിറ്റിലും അവിടെ ഇവിടെയൊക്കെ കമന്റ് ബോക്സിലൊക്കെ വായിച്ചാൽ അത് ഒരാള് കമന്റ് അത് ഒരാളല്ല, ഇത് ഒരുപാട് പേര് എപ്പോ ലവ് ലെറ്റർ മുതൽ വരുന്നുണ്ട്, അന്ന് മുതൽ വരുന്നുണ്ട്. അതും എന്താന്ന് വെച്ചാല് സെയിം സാധനം തന്നെയാണ്, അല്ലെങ്കിൽ അവരിപ്പോ അതേപോലെ കോപ്പി പേസ്റ്റ്. അത് വേറെ കാര്യമുണ്ട്, അഹാന പഠിച്ച സ്കൂളിലല്ല പോയി അന്വേഷിക്കണ്ടേ, അഹാന സിസ്റ്റർക്ക് വേണ്ടി പോയി കച്ചറ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. സെയിം സ്കൂൾ സെയിം സ്കൂളാ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അതേപോലെ സ്കൂളിലുണ്ടാവും, കോളേജിലുണ്ടാവില്ല, കാരണം കോളേജ് ചെന്നൈയിലായിരുന്നു, പരിപാടികൾ നടന്നിട്ടുണ്ടാവില്ല. അതുപോലെ മറ്റേ ഡാൻസിന്റെ കാര്യങ്ങൾ സിന്ധുകൃഷ്ണന്റെ കാര്യമാണ് പറഞ്ഞത്, കുട്ടികളുടെ കാര്യം തന്നെ, ഇവരെ കാര്യമല്ല പറഞ്ഞത്. സിന്ധുകൃഷ്ണ ഡാൻസിന് വരെ നിർത്തണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അല്ല ഇങ്ങളെ ഇതെന്താ പറയുക, പ്രത്യേകിച്ച് ഒരു യൂട്യൂബേഴ്സ് കൂടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. കാരണം ഒരു ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് ഇടുന്നുണ്ട്. അപ്പൊ നമ്മളായിട്ട് ആരും ഒന്നും തപ്പിപ്പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ നിർത്തുന്നില്ലല്ലോ. നാളെ എന്ത് വരുന്ന ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നാളെന്ത് വരാൻ, നാളെ തന്മീഘോഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, അവരിടും, ചിലപ്പോൾ അമ്മമ്മേനെ കൊടുന്നിരുത്തിയിട്ട് വർത്താനം പറയിപ്പിക്കും, എന്തെങ്കിലും. അതിലിപ്പോ പറഞ്ഞ വേറെ കാര്യമുണ്ട്, ഹാന പറഞ്ഞത് ഒരു ആന്റീനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അത് തന്മീര വീഡിയോയിലും തന്മി പറയുന്നുണ്ട്, എന്റെ അമ്മ എനിക്ക് നല്ലതല്ലെങ്കിലും അവർക്ക് നല്ലതാണെങ്കിൽ അവരെന്തിനും നല്ല പറയുന്നത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഡീപ്പ് സാധനങ്ങളാണ്. ഇതൊന്നും ഒരു ഇഷ്യൂവിന്റെ മുകളിൽ, ഒരു അമ്മമ്മേന്റെ മുകളിൽ മാത്രം നിൽക്കുന്ന ഐറ്റങ്ങളൊന്നും അല്ല ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനത് ശരിക്കും കാര്യം ആലോചിച്ചു. കാരണം എന്താ അറിയോ, അതെനിക്ക് ഭയങ്കര തന്മീന്റെ ഭാഗത്ത് ഒരു സിമ്പതി തോന്നി. കാരണം അമ്മ മകളെ നോക്കാത്തതിന് അവർക്കൊരു സീനും ഇല്ല, അവരവരുടെ സൈഡ് മാത്രം നോക്കിയിട്ട് അമ്മേനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ ആ കുട്ടി വേറെ രീതിയിൽ അമ്മ ഇല്ലാതെ വളർന്നൊരു കുട്ടിയാണ് നിന്നത്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് അമ്മമ്മയായിട്ട്. ആ അമ്മമ്മയ്ക്ക് ഇവര് പറയുന്നുണ്ടല്ലോ, അഹാന പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാം ചെയ്തു കൊടുത്തു, ഞാൻ എല്ലാം കാണിച്ചു. പക്ഷെ അഹാനേക്കാൾ കൂടുതൽ നീ ചെയ്തു കൊടുത്തോ ഇല്ലെങ്കിലോ ഇവിടെ കണ്ടോ ഇല്ലെങ്കിലോ ഒക്കെ തന്വിയോടായിരുന്നു. കാരണം എന്താ, അമ്മ ഇല്ലാത്തൊരു കുട്ടീനെ വളർത്തി എന്നുള്ളൊരു ഇത്, അറ്റാച്ച്മെന്റ് ചെറുപ്പം മുതലേ വലുതായി നോക്കി എന്നുള്ള സാധനം. പിന്നെ പറഞ്ഞ പോലെ തൻവിന്റെ മോട്ടീവ് എന്താ അറിയില്ല, മീൻസ് കാനഡയിൽ നിന്ന് വന്നിട്ട്. അല്ല വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മമ്മ കുട്ടിയായിട്ട് വളർന്ന തന്വിയാണെങ്കിൽ തന്വിക്ക് വേറെ മോട്ടീവ് ഒന്നുമില്ല, അമ്മമ്മേനെ നോക്കാൻ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ ഇവർ ഈ പറഞ്ഞ പോലെ പൈസ സ്വത്ത് പരിപാടിക്ക് ഇവരായിട്ട് തന്നെ പറയാണ്, ഏത് നാട്ടുകാരെ പറഞ്ഞത് പൈസയും സ്വത്തും എല്ലാവരും 30 ലക്ഷത്തിന്റെ ഒരു കോൾ ഉണ്ട്. പക്ഷെ അത് വേറെ കാര്യമുണ്ട്, ദിയ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ കല്യാണമൊക്കെ മക്കളുടെ പൈസ കൊണ്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ കോൺട്രഡിക്ട്, അത് ഹാന പറഞ്ഞ കറക്റ്റ് ആവും. കാരണം മക്കളെ അവന്റെ കല്യാണം സ്വന്തം പൈസ കൊണ്ട് ചെലവാക്കാൻ പാടുള്ളൂ. ദിയ ആണെങ്കിലും ദിയന്റെ കല്യാണം നടത്തിയത് സ്വന്തം പൈസ ഉണ്ട്. അപ്പൊ പിന്നെ ആ 30 ലക്ഷത്തിന്റെ കണക്ക് ചിലപ്പോൾ അത് കറക്റ്റ് ആണ്, ചിലപ്പോൾ ആ ദേശീയത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത് ലഹന കോളിൽ നിന്ന് 30 ലക്ഷത്തിന്റെ പൈസ എത്ര അമ്മമ്മ അവിടെ എന്ത് ചെയ്യാനാന്ന്, അങ്ങനെ ഒരു കോൾ മനസ്സിലായത്. 30 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ആ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ വായിന്ന് ചാടിയതാവും. അതാ പറഞ്ഞത്, അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സമയത്ത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്താണെങ്കിലും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യം എന്താണ് ഉറപ്പാണ്. ഇത് ഇവര് നിർത്തുന്ന പറഞ്ഞാൽ ഇവരെ നിർത്താൻ ഇനി അപ്പുറത്തെ സൈഡിൽ സമ്മതിക്കില്ല. നിർത്തിയാൽ മതിയായിരുന്നു പറഞ്ഞ പോലെ. ഇതും കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നണമില്ല. ഇതാണ് ഈ മുത്തശ്ശൻ എസ്കേപ്പ്.